ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്മാസറുകളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു ഫേസ് ടു ഫേസ് വീഡിയോ ആയിട്ട് വരുന്നത് കേട്ടോ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഫേസ് ടു ഫേസ് ആയിട്ട് വരാത്തത്. പുറകിൽ നിന്ന് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് സംസാരിക്കുന്നു. അപ്പോൾ ഇന്ന് രണ്ടും കൽപ്പിച്ച് ധൈര്യസമേതം അങ്ങ് മുന്നോട്ട് വന്നു കേട്ടോ. അങ്ങനെ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടും ചുറ്റുപാടും പിന്നെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. കാരണം എല്ലാ വീഡിയോയിലും എല്ലാവരും എന്നോട് പലരും പറയാറുണ്ട് ഇത് മാത്രം ഇടാനുള്ളോന്ന്. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇടാനുള്ളൂ കേട്ടോ. പിന്നെ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്കും വല്ല വീഡിയോ എടുക്കുന്ന ചില നേരത്തെ മടിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു കുക്കിങ് കാര്യങ്ങളുമാണ്. അപ്പോൾ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ നമ്മളൊരു പാവയ്ക്ക വെച്ചുള്ള ഒരു വിഭവം ഉണ്ടാക്കുന്നു. അതും കൂടി ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇന്നത്തെ വീഡിയോ എല്ലാവരും കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. താങ്ക് യു. എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഇന്ന് നല്ല കാലാവസ്ഥ എന്ന് പറയാൻ പറ്റിയല്ല. ഇടയ്ക്ക് മഴയും വെയിലും പിന്നെ തണുപ്പും കാറ്റും ഒക്കെ വന്നു പോകുന്നുണ്ട് കേട്ടോ. ഇതുണ്ടോ? അപ്പോൾ എന്നോട് ഈ ഇടയായിട്ട് കുറേ പേര് പറഞ്ഞു ഈ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഈ ഒരു കുളവും ഈ ഒരു പനയും ഈ ഒരു ഒലീവ്സിൻ്റെ ചെടി കാണിക്കാനുള്ളതെന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്നെ പ്രത്യേകിച്ച് കാണിക്കാനുള്ളത് എനിക്കറിയില്ല എന്നാ ചെയ്യേണ്ടത്. അപ്പം പിന്നെ ഉള്ളത് ഇത് കാണിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വീഡിയോ ഇടുമ്പോൾ എനിക്കൊരു മനസ്സുഖം, അതാണ് സത്യം കേട്ടോ. അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തണുപ്പാണ്, ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാവേ. ഇവിടെ ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത് കഞ്ഞി ആക്കാൻ വേണ്ടിയാണ്. ഇന്നിപ്പം നല്ല തണുപ്പും ചെറിയ മഴയൊക്കെ ഉള്ളപ്പോഴത്തേക്കും കഞ്ഞി പിടിക്കാൻ എൻ്റെ ആഗ്രഹം കേട്ടോ. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം, ഇപ്പം ഈയിടെയായിട്ട് കുറച്ച് ആഴ്ച ഒരു ദിവസമായിട്ട് കഞ്ഞിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ പിള്ളേർക്കാണെങ്കിലും ഇഷ്ടമാണ്. അപ്പം പിന്നെ കുറേ നാൾക്ക് ശേഷമാണ് ഇപ്പോൾ ഒരു അടുപ്പിച്ച് 1-2 ആഴ്ചയായിട്ട് കഞ്ഞിയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഇടയ്ക്ക് നമ്മളിവിടെ അടുത്തുള്ള ഇന്ത്യൻ ഷോപ്പിൽ ചെന്നപ്പോഴത്തേക്ക് നല്ല പാവയ്ക്ക കിട്ടി കേട്ടോ. അപ്പം ഞാൻ ഇന്നലെ രാത്രി ഇത് കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പിനകത്ത് മുക്കി വെച്ചതാണ്. അതിനുശേഷം ആ വെള്ളമൊക്കെ കളഞ്ഞിട്ട് പിന്നെ ഞാൻ നല്ല വെള്ളം വെച്ച് ഇതൊന്ന് കഴുകിയെടുക്കുകയാണ്. അപ്പം പാവയ്ക്കയ്ക്ക് എനിക്ക് പണ്ട് മുതൽ പാവയ്ക്ക ഒരു ഇഷ്ടമുള്ള സംഭവമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് ചിലവർക്കൊന്നും മുക്കാലധികം ആൾക്കാർക്കും ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് പാവയ്ക്ക. പക്ഷേ എനിക്കിഷ്ടമാണ് കേട്ടോ. നമ്മുടെ പാവയ്ക്ക നല്ല പാവയ്ക്ക കേട്ടോ. ഇത് 5 ഉണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നത് 3 വെച്ച് നമുക്ക് നല്ലൊരു തോരൻ ഉണ്ടാക്കിയിട്ട് ബാക്കി 2 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഒരു അച്ചാർ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഉണ്ടാക്കി കാണിക്കാം കേട്ടോ. പണ്ട് ഞങ്ങൾ ഡൽഹിയിലായിരുന്നപ്പോഴത്തേക്കും വല്ലപ്പോഴും ഒക്കെ ഉണ്ടാക്കുമായിരുന്നു. പിന്നെ മാത്രമല്ല കൂടെയുള്ള നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരുമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് പരീക്ഷിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തോരനുണ്ടാക്കാനുള്ള പാവയ്ക്ക 3 ഞാൻ എടുത്തു ഇങ്ങനെ മുറിച്ച് വെച്ചു. പിന്നെ അതിൻ്റെ സ്പൂൺ ഉപയോഗിച്ചാണ് ഞാൻ ഇതിൻ്റെ നടുക്കത്തെ ഈ കുരുക്കളൊക്കെ കളയുന്നത് കേട്ടോ. പിന്നെ ബാക്കി 2 പാവയ്ക്ക ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം ഉണ്ടാക്കാൻ വേണ്ടി. പിന്നെ ഇനിയിപ്പം നമുക്കിത് കുനുകുനാന്നരിയാം കേട്ടോ. ഇടയ്ക്ക് പിള്ളേർ ഇവിടെ കിടന്ന് കളിക്കുന്നുണ്ട്, അതാണ് ഒച്ച കേൾക്കുന്നത്. പിന്നെ ഇതിപ്പോൾ സാധാരണ നമ്മൾ പാവയ്ക്ക തോരൻ വെക്കുന്ന പോലെ തന്നെയാണ് തോരൻ വെക്കുന്നത്. പിന്നെ നിങ്ങൾക്കൊക്കെ എന്നാണ്ട് വിശേഷമൊക്കെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പം ഞാൻ ഒരു കയ്യിൽ മൊബൈൽ പിടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ കണ്ടിക്കുന്നൊന്നും കാണിക്കാത്തത്. നമുക്കിത് പെട്ടെന്ന് സെറ്റാക്കാം. അങ്ങനെ ഞാൻ നമ്മുടെ പാവയ്ക്കെല്ലാം വേഗം ചെറുതായിട്ട് ഇത് ചെയ്തു കേട്ടോ, കട്ട് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ കട്ട് ചെയ്യുന്ന പോലെ കയ്യേറിട്ടൊന്നുമല്ല കട്ട് ചെയ്തത്. ഈ ഒരു സംഭവം വെച്ചാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഈ ഒരു സംഭവം. ഇത് ടെമൂന്ന് മേടിച്ചാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഉപകാരമാണ് കേട്ടോ ഇത് പണ്ടൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ ഉണ്ടാകണമായിരുന്നു. നമ്മുടെ അമ്മയുടെ കാലത്ത് ആ പാവങ്ങൾ കഷ്ടപ്പെട്ട സമയത്തൊക്കെ ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവർക്കൊക്കെ ഭയങ്കര ഉപകാരമായിരുന്നു. ഇതിപ്പോൾ നമുക്ക് സമയമുണ്ടെങ്കിലും ഫാസ്റ്റ് ലൈഫാണ് എങ്കിലും എന്നാ പറയണ്ടേ, കട്ട് ചെയ്യാനുള്ള മനസ്സില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ക്ഷമയില്ലാത്തതുകൊണ്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കമ്പനി പുറത്തിറക്കിയിരിക്കുകയാണ്. അതൊക്കെ നമുക്കൊരു ഉപകാരമാണ്. എനിവേ ഇതിപ്പോൾ ഇത് നമ്മുടെ സവാളയും മുളകും വെളുത്തുള്ളിയും പിന്നെ കറിവേപ്പിലൊക്കെ ഇടാൻ വേണ്ടി പോവാണേ. നമ്മുടെ സവാളയും പിന്നെ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ചതച്ച് ഇതിനകത്തിട്ടു. ഇപ്പം കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും എല്ലാം ഇട്ടിട്ട് ഇതിനകത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഇതിനകത്തോട്ട് ഞാൻ തേങ്ങയും ഞാൻ ഇട്ടിട്ടുണ്ട്, തേങ്ങ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. നമ്മൾ കൈ കൊണ്ടല്ലേ ഭക്ഷണമൊക്കെ കഴിക്കുന്നത്, അതുകൊണ്ട്
നമ്മുടെ കൈ നല്ല വൃത്തിയാണെങ്കിൽ നമുക്ക് കൈ കൊണ്ട് ചെയ്യുന്നതിൽ ഒരു നാണവും വിചാരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചിലവർ വിചാരിക്കും എന്തുകൊണ്ടാണ് കൈ കൊണ്ടൊക്കെ ചെയ്യുന്നത്, സ്പൂൺ കൊണ്ട് ചെയ്യത്തില്ലേ എന്നൊക്കെ. ഇതൊക്കെ വലിയ നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി നമ്മളിതൊക്കെ കാണിക്കുന്നതിൻ്റെ എനിക്കിതിലൊന്നും വലിയ ഇതൊന്നുമില്ല. ഞാൻ കൈ കൊണ്ട് തന്നെയാണ് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ പാനിനകത്തോട്ട് വെക്കാവേ ഉണ്ട്. പിന്നെ മാത്രമല്ല ഈ നമ്മുടെ ഇത് മിക്സ് ചെയ്ത പാത്രത്തിനകത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ചിങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാവേ, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ പാവയ്ക്കയുടെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. നമ്മുടെ നല്ല അയൺ റിച്ചിലാണ്. പിന്നെ ഇത് നമ്മുടെ ശരീരത്തിലെ ബ്ലഡും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കും. പിന്നെ മുടിക്കൊക്കെ നല്ലതാണ്. പിന്നെ നമുക്ക് അയണിൻ്റെ ഡെഫിഷ്യൻസി ഉള്ളവരും ഒക്കെ ഇത് കഴിക്കുന്നത് നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ ഇത് ചെറിയൊരു അർത്ഥത്തിൽ ഡയബറ്റിക് ഉള്ളവർക്ക് നല്ലതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയത്തില്ലാത്ത കാര്യം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്തായാലും എനിക്കിത് ഇഷ്ടമാണ്, ഞാനിത് സാധാരണ കഴിക്കുന്നതാണ് കേട്ടോ. ഇനിയിപ്പം ഇതിനകത്തോട് ഇച്ചിരി പുളി നമുക്ക് പിഴിഞ്ഞൊഴിക്കാവേ. നമ്മുടെ തോരൻ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ ചെയ്യുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് ഒത്തിരി കയ്പ്പായതുകൊണ്ട് പുളിയൊക്കെ ഒഴിച്ചാലും ചെറിയ കയ്പ്പായതുകൊണ്ട് പിള്ളേർ കഴിക്കാൻ അത്ര താല്പര്യമില്ലായ്മയാണ്. അതുകൊണ്ട് ഞാൻ 2 മുട്ട ഇതിനകത്ത് സാധാരണ നമ്മൾ പൊട്ടിച്ചിടുന്ന പോലെ പൊട്ടിച്ചിടാൻ വേണ്ടി പോവുക. എന്നിട്ട് നമ്മൾ ചിക്കി എടുക്കും കേട്ടോ. കേട്ടോ ഇങ്ങനെ 2 മുട്ട പൊട്ടിച്ചിട്ടു. ഇനിയിപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ഇതാകുമ്പോഴത്തേക്കും ഒന്ന് പിടിച്ച് വരുമ്പോഴത്തേക്കും ഇങ്ങനെ ഇതുണ്ടോ ഇങ്ങനെ ചിക്കി എടുക്കും കേട്ടോ. അപ്പോൾ ഇത് ചെറുതായിട്ട് ഡ്രൈ ആയി തുടങ്ങിക്കോളും. അപ്പം ഇങ്ങനെ ആകുമ്പോഴത്തേക്ക് പിള്ളേർ ഇത് കഴിക്കാനും വലിയ കുഴപ്പമില്ല. പിള്ളേർക്ക് മുട്ടയുടെ ടേസ്റ്റും കിട്ടും. പിന്നെ നമ്മുടെ പർപ്പസ്, നമ്മുടെ എന്നാ പറയണ്ടേ ലക്ഷ്യം, പിള്ളേർ അയൺ സംഭവം പിള്ളേരുടെ ശരീരത്തിൽ എത്തുകയും ചെയ്യും, കഴിച്ചോളും ചോറിനകത്തൊക്കെ. ഇത് ഡയറക്റ്റ് ഇങ്ങനെ നമ്മൾ മുട്ടയൊന്നും ഇടാതെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും മുട്ട ഇടാതെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും പിള്ളേർ കഴിക്കാൻ താല്പര്യമില്ല കേട്ടോ. ഫൈനലി ഇങ്ങനെ നമ്മൾ എല്ലാം കൂടെ അങ്ങോട്ട് ഒറ്റ മിക്സാക്കിയിട്ട് നന്നായിട്ട് അങ്ങ് മിക്സാക്കിയിട്ട് അടച്ചു വെക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഉപ്പ്, പിന്നെ പച്ചമുളക്, തേങ്ങ, കുറച്ച് നമ്മുടെ എന്നാ പറയണ്ടേ നമ്മുടെ വെളുത്തുള്ളി, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പൊളി പാവയ്ക്ക തോരൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫാക്കാൻ പോവുകയാണേ. ഇനിയിപ്പം നമുക്ക് മറ്റേ സംഭവം ഉണ്ടാക്കാം.